ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കൃത്യം 2 ദിവസം മുമ്പ് മാർച്ച് 2, 2025 കലഞ്ഞൂർ പാടം പത്തനംതിട്ട. ആ ദിവസം രാവിലെ തന്നെ സുഹൃത്തുക്കളായ ബൈജുവും വിഷ്ണുവും അവരുടെ ജോലിക്ക് പോയി. മരപ്പണിക്കാരാണ് അവർ രണ്ടുപേരും. ബൈജുവും വിഷ്ണുവും ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്, ഉറ്റ സുഹൃത്തുക്കളാണ്. എവിടേക്ക് പോവുകയാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ചേ പോവുള്ളൂ. ഇതിൽ ബൈജുവിന്റെ വിവാഹം കഴിഞ്ഞതാണ്. ഭാര്യയുടെ പേര് വൈഷ്ണ. ഇവർക്ക് 2 മക്കളുണ്ട്. ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 9 വയസ്സുമാണ് പ്രായം. ബൈജുവും വൈഷ്ണയും ഒരുപാട് നാൾ പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇവരുടെ പ്രണയത്തിന്. ഈ എതിർപ്പുകളെല്ലാം തന്നെ തരണം ചെയ്തിട്ടാണ് ഇവർ വിവാഹം കഴിച്ചതും ഇപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നതും. ഇനി വിഷ്ണുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിഷ്ണുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. ബൈജുവിന്റെയും വിഷ്ണുവിന്റെയും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വിഷ്ണു വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്. വിഷ്ണു ഇത്തരത്തിൽ വാടകയ്ക്ക് താമസിക്കാനായിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തത് ബൈജു ആണ്. ബൈജുവിന്റെ വീടിനടുത്ത് തന്നെയാണ് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്നത് അമ്മയോടൊപ്പം. അങ്ങനെ ആ ദിവസം മാർച്ച് 2, 2025 ജോലിക്ക് പോയ ബൈജുവും വിഷ്ണുവും ജോലി കഴിഞ്ഞ് തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തി. ആ ദിവസത്തെ ജോലിയുടെ ക്ഷീണം കാരണം വീട്ടിനകത്ത് കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് കരുതിയാണ് ബൈജു തൻ്റെ വീട്ടിനുള്ളിലേക്ക് കയറുന്നത്. ഇങ്ങനെ കയറിയ ബൈജു വീട്ടിനുള്ളിൽ കണ്ട കാഴ്ച തൻ്റെ ഭാര്യ വൈഷ്ണ മറ്റേതോ പുതിയ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതേതാണ് ഫോൺ, നീ ആർക്കാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബൈജു വൈഷ്ണയുടെ കയ്യിലുള്ള ആ ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് അതിലെന്താണ് ചെയ്യുന്നതെന്ന് ഫോണിൽ നോക്കിയ സമയത്താണ് വല്ലാതെ പേടിച്ചു പോകുന്നത്. താൻ ഒരുപാട് സ്നേഹിച്ച് വിവാഹം കഴിച്ച തൻ്റെ ഭാര്യ തൻ്റെ ഉറ്റ സുഹൃത്തായ വിഷ്ണുവിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ് ബൈജു ആ ഫോണിൽ കണ്ടത്. അത് വെറും സാധാരണ മെസ്സേജ് അല്ല, കിസ് ചെയ്യുന്നതിൻ്റെ ഇമോജിയാണ് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഈ രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയുടെയും സുഹൃത്തിൻ്റെയും ഈ പ്രവൃത്തി കണ്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടലൊന്നും ബൈജുവിന് ഉണ്ടായിരുന്നില്ല. ഇതിന് പകരം നല്ല ദേഷ്യവും വിഷമവുമാണ് അവന് തോന്നിയത്. ഇതുപോലൊരു കാര്യം കണ്ടിട്ട് ബൈജു ഞെട്ടാത്തതിന് കാരണമുണ്ട്. ഇതിനു മുമ്പേ തന്നെ ബൈജുവിന് തൻ്റെ ഭാര്യയെയും തൻ്റെ സുഹൃത്തിനെയും ചെറിയ രീതിയിലുള്ള സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ബൈജുവിൻ്റെ ഭാര്യയായിട്ടുള്ള വൈഷ്ണ അയൽക്കൂട്ടത്തിൽ നിന്നും ഒരു വലിയ എമൗണ്ട് ലോൺ എടുത്തിട്ട് ബൈജുവിനോട് പറയാതെ വിഷ്ണുവിന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ചൊല്ലിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ തമ്മിൽ ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും താൻ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ടുപേരും തന്നെ ചതിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ബൈജുവിന് അത് സഹിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബൈജു അവിടെയുള്ള ഒരു വെട്ടുകത്തി എടുത്ത് ഭാര്യയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ഇത് കണ്ടപ്പോൾ ഭാര്യയായിട്ടുള്ള വൈഷ്ണ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ വിഷ്ണുവിൻ്റെ വാടക വീട്ടിലേക്ക് ഓടിപ്പോയി. പുറകെ ബൈജുവും. വൈഷ്ണ വിഷ്ണു താമസിക്കുന്ന ആ വാടക വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിയതും തൊട്ടു പുറകെ ബൈജു ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് വെച്ച് ബൈജു തൻ്റെ കയ്യിലുള്ള വെട്ടുകത്തി കൊണ്ട് വൈഷ്ണയുടെ കഴുത്തിലും വയറിലും തലയിലും എല്ലാം തന്നെ ആഞ്ഞു വെട്ടി പലതവണ. കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മാരകമായിട്ടുള്ള വെട്ടുകൊണ്ട വൈഷ്ണ അപ്പോൾ തന്നെ നിലത്ത് വീണ് മരിച്ചു. അതിനുശേഷം ബൈജു ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷ്ണുവിനെ വിളിച്ച് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് പറഞ്ഞു. കാര്യം എന്താണ് എന്ന ഭാവത്തിൽ ഒന്നും അറിയാത്തതുപോലെ വിഷ്ണു ആ വീട്ടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്നു. വിഷ്ണുവിനെ കണ്ട ബൈജു തൻ്റെ കൈവശമുള്ള ആ വെട്ടുകത്തിയെടുത്ത് വിഷ്ണുവിനെയും പലതവണ വെട്ടി, അതിമാരകമായിട്ട്. അതും വിഷ്ണുവിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ. വിഷ്ണുവും വെട്ടുകൊണ്ട് നിലത്ത് വീണു എന്നറിഞ്ഞപ്പോൾ ബൈജു ഉടനെ തന്നെ തൻ്റെ ഫോൺ എടുത്ത് മറ്റുള്ള സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിനെയും വെട്ടി കൊലപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ എന്ന്. അങ്ങനെ ഈ പറയുന്ന സുഹൃത്തുക്കളെല്ലാം ഈ വീട്ടിലേക്ക് എത്തി. അധികം വൈകാതെ പോലീസുകാരും ഈ വീട്ടിലേക്ക് വന്നു. കയ്യിൽ വാക്കത്തിയുമായിട്ട് നിൽക്കുന്ന ബൈജുവിനരികിലേക്ക് പോലീസുകാർ അവനെ കീഴ്പ്പെടുത്താൻ എന്നോണം ഇങ്ങനെ വളഞ്ഞ സമയത്താണ് ബൈജു അവരോട് പറയുന്നത്, സാറേ ഞാനൊന്നും ചെയ്യില്ല, എന്നെ അറസ്റ്റ് ചെയ്തോളൂ, ഞാൻ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത്. എല്ലാ കാര്യവും അവിടെ വെച്ച് തന്നെ ബൈജു സമ്മതിച്ചു പോലീസിനോട്. വെട്ടുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന വൈഷ്ണയെയും വിഷ്ണുവിനെയും പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ വിഷ്ണു മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈഷ്ണയുടെ കാര്യം ആദ്യം വെട്ടുകൊണ്ട ആ സമയത്ത് തന്നെ വൈഷ്ണയും മരിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ആണെങ്കിലും ന്യൂസ് ചാനലാണെങ്കിലും ഈ കേസ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വീഡിയോസിന് താഴെ വന്ന കമൻസുകൾ ഞാൻ വായിക്കാട്ടോ. ബൈജുവിന് അഭിനന്ദനങ്ങൾ, ബൈജു ചേട്ടാ അഭിനന്ദനങ്ങൾ, നേരത്തെ അവളെ തീർത്തതിന് ചേട്ടൻ മുത്താണ് ഉമ്മ. കൺഗ്രാറ്റ്സ് ബൈജു, ബൈജുവിനൊപ്പം ഇത്രയും കാലം ഒപ്പം കിടന്ന് മറ്റൊരാളെ മനസ്സിൽ വെച്ച് ആ പാവത്തിന് ചതിച്ചതിന്. എത്ര കണ്ടാലും പഠിക്കാത്ത കുറേ ആൾക്കാർ, അവിഹിതമാണ് ഇവിടെയും പ്രശ്നം. വഞ്ചന സഹിക്കാൻ പറ്റില്ല, ബൈജു മുത്തേ ഉമ്മ, ബൈജു ഏട്ടൻ പവർ. ബൈജുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതേ ചെയ്യൂ. പിന്നെ താഴെ വേറൊരു കമൻറ്റ്, ആൺകുട്ടി,
അതിൽ മറ്റൊരു കമൻറ്റ്, ഇതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അടുത്തത് ബൈജുവിനൊപ്പം മുത്തേ നീയാടാ ചുണക്കുട്ടൻ, ഇങ്ങനെ വേണം, അരുതാത്ത എന്ത് കുറ്റം ചെയ്താലും നിയമത്തിന് വിട്ടുകൊടുക്കരുത്, തീർത്തേക്കണമെന്ന് വേറൊരാൾ. സൂപ്പർ എന്ന് മറ്റൊരാൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസ് എല്ലാം തന്നെ ബൈജുവിനെ അനുകൂലിച്ചിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചതിയാണ്, വിശ്വാസവഞ്ചനയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബൈജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബൈജു ഈ കൃത്യം ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്തതല്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത്, പെട്ടെന്നുള്ള വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും ഇതുപോലൊരു പ്രവൃത്തി നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പേ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ സുഹൃത്തിനോട് ഇതുപോലൊരു താല്പര്യമുണ്ട്, ഇവർ രണ്ടുപേരും ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടണമായിരുന്നു എന്നൊക്കെ എനിക്കും പറയണമെന്നുണ്ട്. പക്ഷെ എനിക്കറിയാം ഒരു സാധാരണ മനുഷ്യന് അത്ര വലിയൊരു വിശാല മനസ്കതയൊന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ലാതെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെ വിഷമം ശരിക്കും മനസ്സിലാവുക. പക്ഷെ എന്നിരുന്നാലും ഇതുപോലെ വെട്ടിക്കൊലപ്പെടുത്തുക, ഇതുപോലെ രണ്ടുപേരെ ഇല്ലാതാക്കുക എന്നുള്ളത് കൊണ്ട് ബൈജുവിന് യാതൊരു നേട്ടവുമില്ല. ബൈജുവിൻ്റെ ജീവിതവും ഇല്ലാതാവും. ഈ പറയുന്ന 2 കുട്ടികൾ, ബൈജുവിന് 2 മക്കളുണ്ട്. ഇങ്ങനെ ഒരുപാട് ചുമതലകൾ ബൈജുവിനുണ്ട്. പക്ഷേ ഇപ്പോൾ ബൈജു ചെയ്ത ഈ പ്രവൃത്തി കാരണം ബൈജുവിൻ്റെ 2 മക്കളും അനാഥരായി. അത് മാത്രമല്ലാതെ വലിയൊരു കടബാധ്യതയുമായി. ബൈജുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പെട്ടെന്നുള്ള വികാരത്തിൻ്റെയും വിഷമത്തിൻ്റെയും പുറത്ത് ചെയ്തതാണെങ്കിലും ഒരിക്കലും എടുത്തു ചാടാനായിട്ട് പാടില്ല. പിന്നെ ഇതുപോലൊരു അക്രമം, ഇതുപോലൊരു കൃത്യം ചെയ്തത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഇതൊരു എൻഡല്ല. ഒരുപാട് സങ്കീർണതകൾ കൊണ്ട് നിറഞ്ഞതാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാൾ ചതിക്കാം, ചതിക്കാതിരിക്കാം, എന്തും ചെയ്യാം. നമുക്കൊരിക്കലും ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഇത് മനുഷ്യ സഹജമാണ്, മനുഷ്യൻ്റെ ജീനിലുള്ളതാണ്. എത്രയൊക്കെ സ്നേഹിച്ചാലും ഒരുപക്ഷെ അവർ യാതൊരു കാരണവുമില്ലാതെ ചതിക്കാം. അതിനൊന്നും നമുക്കൊരു ഗ്യാരണ്ടിയും പറയാനായിട്ട് പറ്റില്ല. എന്തായാലും ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. അവർ രണ്ടുപേരും അനാഥരായി. അത് മാത്രമല്ലാതെ ബൈജുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബൈജുവിൻ്റെ ജീവിതവും ഏകദേശം ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് എന്നുള്ളത് ബൈജുവിന് പോലും അറിയില്ല. സോ നമ്മളൊരു അക്രമം നടത്തുക, ഒരു കൃത്യം ചെയ്യുക എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.